മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് ഇസ്രായേലിലെ ഒരു ഗോത്രപിതാവായ യാക്കോബിൻ്റെയും ലിയായുടെയും രണ്ടാമത്തെയും മൂന്നാമത്തെയും പുത്രന്മാരായ ശിമെയോൻ്റെയും ലേവിയുടെയും ജീവിതത്തെക്കുറിച്ച് വിലയിരുത്താം. അവർ ഇരുവരും ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിന് നേതൃത്വം നൽകി. എന്നാൽ പിന്നീട് അവർക്കും അവരുടെ ഗോത്രങ്ങൾക്കും വിവിധ രീതികളിൽ പുനരുദ്ധാരണത്തിന് ദൈവം അവസരങ്ങൾ നൽകി. നമുക്ക് ആദ്യം ശിമെയോനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കാം. യാക്കോബിൻ്റെയും ലിയായുടെയും രണ്ടാമത്തെ മകനായിരുന്ന ശിമെയോൻ ലിയായുടെ ഗാർഹിക ദുഃഖത്തിൻ്റെ കാലഘട്ടത്തിലാണ് ജനിച്ചത്. ഭർത്താവ് തൻ്റെ സഹോദരിയും യാക്കോബിൻ്റെ മറ്റൊരു ഭാര്യയുമായ തൻ്റെ സഹോദരി റാഹേലിനെ തന്നെക്കാൾ സ്നേഹിക്കുന്നതായി തോന്നിയ ലിയ പറഞ്ഞു, ഞാൻ അവഗണിക്കപ്പെടുന്നെന്ന് കേട്ട് കർത്താവ് എനിക്ക് ഇവനെ കൂടി നൽകിയിരിക്കുന്നു. ഉൽപ്പത്തി 29:33 വാക്യം. അതിനാൽ ഹെബ്രായ ഭാഷയിൽ കേൾക്കാൻ എന്ന അർത്ഥം വരുന്ന ശിമെയോൻ എന്ന പേര് അവൾ നൽകി. നിരസിക്കപ്പെട്ടവരുടെ നിലവിളി കേൾക്കുന്ന ഒരു ദൈവത്തിലേക്ക് അവൻ്റെ പേര് വിരൽ ചൂണ്ടുന്നു. ഉൽപ്പത്തി 34 ശിമെയോൻ്റെ അതിക്രമത്തിൻ്റെയും പ്രതികാരത്തിൻ്റെയും വിനാശകരമായ പ്രവൃത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. യാക്കോബിൻ്റെയും ലേയായുടെയും മകളായ ദീന ദേശത്തെ സ്ത്രീകളെ സന്ദർശിക്കുവാൻ പുറപ്പെട്ടു. അവൾ അവിടെ ആയിരിക്കുമ്പോൾ ഹിവ്യനായ ഹാമോറിൻ്റെ മകനും ആ പ്രദേശത്തിൻ്റെ പ്രഭുവുമായ ഷെക്കേം അവളിൽ ആകൃഷ്ടനായി. അയാൾ അവളെ ബലാത്സംഗം ചെയ്തു. ആക്രമണശേഷം ഷെക്കേം ദീനയെ വിവാഹം കഴിക്കാൻ അവൻ്റെ പിതാവായ ഹാമോറിനോട് സഹായം തേടി. ഹാമോറും ഷെക്കേമും യാക്കോബിനെയും മക്കളെയും സമീപിച്ച് ആ വിവാഹം നടത്തുന്ന പക്ഷം മിശ്ര വിവാഹം, സാമ്പത്തിക സഖ്യം, സമാധാനപരമായ സഹവർത്തിത്വം എന്നിവ വാഗ്ദാനം ചെയ്തു. ഈ ഘട്ടത്തിൽ ദീനയുടെ പൂർണ്ണ സഹോദരന്മാരായ ശിമെയോനും ലേവിയും ദുഃഖവും ക്രോധവും കൊണ്ട് നിറഞ്ഞു. തങ്ങളുടെ രോഷം മറച്ചുവെച്ച് ഷെക്കേമിലെ എല്ലാ പുരുഷന്മാരെയും പരിച്ഛേദന ചെയ്യണം എന്ന ഒരു വ്യവസ്ഥയിൽ അവർ വഞ്ചനാപരമായി വിവാഹ ആലോചനയ്ക്ക് സമ്മതിച്ചു. ആ ആവശ്യം ദൈവം അബ്രാഹാമിന് നൽകിയ പവിത്രമായ ആചാരത്തെ അനുകരിച്ചു. ഉൽപ്പത്തി 17 അവരുടെ ഐക്യത്തിൻ്റെയും ഉടമ്പടിയുടെയും അടയാളമായി അവതരിപ്പിച്ചു. എന്നാൽ അത് വഞ്ചനാപരമായി കണക്ക് കൂട്ടിയ തന്ത്രമായിരുന്നു. പുരുഷന്മാർ പരിച്ഛേദന ചെയ്യപ്പെട്ടതിൻ്റെ 3-ാം ദിവസം അവർ ഏറ്റവും വേദനയിലും ശാരീരികമായി ദുർബലാവസ്ഥയിലും ആയിരുന്നപ്പോൾ ശിമെയോനും ലേവിയും വാളുകൊണ്ട് നഗരം ആക്രമിച്ചു. അവർ ഹാമോർ, ഷെക്കേം എന്നിവരുൾപ്പെടെ എല്ലാ പുരുഷന്മാരെയും വാളിന് ഇരയാക്കി. ദീനയെ ഷെക്കേമിൻ്റെ വീട്ടിൽ നിന്നും രക്ഷപ്പെടുത്തി. തുടർന്ന് നഗരം കൊള്ളയടിച്ച് ആടുമാടുകൾ, സമ്പത്ത്, സ്ത്രീകൾ, കുട്ടികൾ എന്നിവ കവർന്നെടുത്തു. അവരുടെ പെരുമാറ്റത്തിൽ യാക്കോബ് കോപാകുലനായി. കുടുംബത്തിൻ്റെ അഭിമാനം പരിരക്ഷിച്ചത് ആഘോഷിക്കുന്നതിന് പകരം അവൻ അവരെ ശാസിച്ചു. ഇന്ന് നാട്ടുകാരായ കാനാൻകാരുടെയും പെരീസ്യരുടെയും മുമ്പിൽ നിങ്ങൾ എനിക്ക് ദുഷ്കൃതി വരുത്തിയിരിക്കുന്നു. എനിക്ക് ആൾബലം കുറവാണ്. അവർ ഒന്നിച്ചുകൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും. ഞാനും കുടുംബവും നശിക്കും. ഉൽപ്പത്തി 34:30 വാക്യം. ജോസഫിൻ്റെയും സഹോദരന്മാരുടെയും കഥയിൽ ശിമെയോൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന മറ്റൊരു സംഭവമുണ്ട്. കനാനിലെ ക്ഷാമകാലത്ത് യാക്കോബ് തൻ്റെ പുത്രന്മാരെ ധാന്യം വാങ്ങാൻ ഈജിപ്തിലേക്ക് അയച്ചു. ഉൽപ്പത്തി 42 അവർക്ക് തിരിച്ചറിയപ്പെടാതെ അവർ കണ്ടുമുട്ടിയ ഈജിപ്ഷ്യൻ അധികാരി വളരെ കാലം മുമ്പ് നഷ്ടപ്പെട്ട അവരുടെ സഹോദരൻ ജോസഫായിരുന്നു. അവരുടെ സത്യസന്ധത പരീക്ഷിക്കുന്നതിനും അനുതാപം ഉണർത്തുന്നതിനുമായി ജോസഫ് അവരെ ചാരന്മാരാണെന്ന് ആരോപിച്ചു. അവരുടെ സത്യസന്ധതയുടെ തെളിവായി അവരുടെ ഇളയ സഹോദരൻ ബെഞ്ചമിനെ കൊണ്ടുവരുവാൻ ആവശ്യപ്പെട്ടു. ഒരു ഉറപ്പെന്ന നിലയിൽ ജോസഫ് അവരുടെ മുമ്പിൽ വെച്ച് ബന്ധിച്ച് തടവിലാക്കിയത് ശിമെയോനെയാണ്. ഉൽപ്പത്തി 42 24 വാക്യം. സഹോദരന്മാർ കനാനിലേക്ക് മടങ്ങി സാഹചര്യം വിശദീകരിച്ചപ്പോൾ യാക്കോബ് വളരെയധികം ദുഃഖിച്ചു. ജോസഫിനെ പ്രതി ഇതിനകം ഏറെ വിലപിച്ചിരുന്ന അദ്ദേഹം ഇപ്പോൾ ബെഞ്ചമിനെയും നഷ്ടപ്പെടാനുള്ള സാധ്യതയോർത്ത് ഭയപ്പെട്ടു. അദ്ദേഹം വിലപിച്ചു, എൻ്റെ മക്കളെ നിങ്ങൾ എനിക്ക് നഷ്ടപ്പെടുത്തി. ജോസഫ് നഷ്ടപ്പെട്ട്, ശിമെയോനും പോയി. ഇനി നിങ്ങൾ ബെഞ്ചമിനെയും കൊണ്ടുപോകും. എല്ലാം എനിക്ക് പ്രതികൂലമായിരിക്കുന്നു.
ഉൽപ്പത്തി 42:36 വാക്യം. മൂത്തവനായ റൂബൻ പിതാവിന് ഉറപ്പ് നൽകിക്കൊണ്ട് പറഞ്ഞു, ഞാൻ അവനെ തിരികെ കൊണ്ടുവന്നില്ലെങ്കിൽ എൻ്റെ മക്കളെ രണ്ടുപേരെയും കൊന്നുകൊള്ളുക. ഉൽപ്പത്തി 42:37. എന്നാൽ യാക്കോബ് വിസമ്മതിച്ചു. ഒടുവിൽ ക്ഷാമം രൂക്ഷമായപ്പോൾ ബെഞ്ചമിനെ തിരികെ എത്തിക്കാമെന്ന് ഒരു ജാമ്യക്കാരനായി യൂദാ ഉറപ്പ് നൽകിയപ്പോൾ യാക്കോബ് മനസ്സോടെ ബെഞ്ചമിനെ ഈജിപ്തിലേക്ക് കൊണ്ടുപോകാൻ അനുവദിച്ചു. ഉൽപ്പത്തി 43. അവർ ഈജിപ്തിലെത്തിയപ്പോൾ ശിമെയോനെ മോചിപ്പിച്ചു. ക്ഷമയുടെയും ദൈവപരിപാലനയുടെയും ഒരു നിമിഷത്തിൽ കുടുംബം ഒടുവിൽ ജോസഫുമായി വീണ്ടും ഒന്നിച്ചു. ശിമെയോൻ്റെ മരണമോ ശവസംസ്കാരമോ ബൈബിളിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടില്ല. യഹൂദ പാരമ്പര്യമനുസരിച്ച് ഇസ്രായേലിയർ ഈജിപ്തിൽ താമസിച്ചിരുന്ന കാലത്ത് അദ്ദേഹം മരിച്ചു. യാക്കോബിൻ്റെ മിക്ക പുത്രന്മാരും അവിടെ വെച്ചാണ് മരിച്ചത്. യാക്കോബിനൊപ്പം ഈജിപ്തിലേക്ക് കുടിയേറിയവരുടെ പട്ടികയിൽ ശിമെയോനെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൽപ്പത്തി 46:10 വാക്യം. അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളിൽ ഒന്നായി മാറി. ശിമെയോനെയും ലേവിയെയും കുറിച്ചുള്ള യാക്കോബിൻ്റെ അന്ത്യവചസ്സുകളിൽ ദുഃഖപൂർണമായിരുന്നു. ശിമെയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ്. അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ്. അവരുടെ ഗൂഢാലോചനകളിൽ എൻ്റെ മനസ്സ് പങ്കുകൊള്ളാതിരിക്കട്ടെ. അവരുടെ സമ്മേളനത്തിൽ എൻ്റെ ആത്മാവ് പങ്കുചേരാതിരിക്കട്ടെ. എന്തെന്നാൽ തങ്ങളുടെ കോപത്തിൽ അവർ മനുഷ്യരെ കൊന്നു, ക്രൂരതയിൽ അവർ കാളകളുടെ കുതിഞ്ഞരമ്പ് വെട്ടി. അവരുടെ ഉഗ്രമായ കോപവും ക്രൂരമായ ക്രോധവും ശപിക്കപ്പെടട്ടെ. ഞാൻ അവരെ യാക്കോബിൽ വിഭജിക്കും, ഇസ്രായേലിൽ ചിതറിക്കുകയും ചെയ്യും. ഉൽപ്പത്തി 49 5 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ. ആ ഇരു ഗോത്രങ്ങൾ ഒരു ശിക്ഷയായി ഇസ്രായേലിൽ ചിതറിപ്പോകുമെന്ന് യാക്കോബ് അങ്ങനെ മുൻകൂട്ടി പ്രവചിച്ചു. ഈ ചിതറിക്കൽ ചരിത്രപരമായി പൂർത്തീകരിക്കപ്പെട്ടു. ശിമെയോൻ ഗോത്രത്തിന് വാഗ്ദത്ത ദേശത്ത് ഒരു സ്വതന്ത്ര വിഹിതം ലഭിച്ചില്ല. മറിച്ച് യഹൂദരുടെ വിശാലമായ പ്രദേശത്തിനുള്ളിൽ പട്ടണങ്ങൾ നൽകി. ജോഷുവ 19:1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ. വരണ്ട നെഗേവ് മേഖലയിൽ കുടിയേറി അവർ ഒടുവിൽ യഹൂദ ഗോത്രത്തിൽ ലയിച്ചു. അങ്ങനെ അവരുടെ ഗോത്രസ്വത്വം നഷ്ടപ്പെട്ടു. രാജവാഴ്ചയുടെ സമയത്ത് ശിമെയോൻ ഗോത്രത്തിൻ്റെ വ്യതിരിക്ത സാന്നിധ്യം മങ്ങുന്നു. പ്രവാസാനന്തര കാലഘട്ടത്തിൽ അത് അടിസ്ഥാനപരമായി ആഗിരണം ചെയ്യപ്പെടുന്നു. ആവർത്തനം 33 മോശ ഗോത്രങ്ങൾക്ക് അനുഗ്രഹം നൽകിയപ്പോൾ ശിമെയോൻ ഗോത്രത്തെ ഒഴിവാക്കിയത് അവരുടെ ആത്മീയ തകർച്ചയുടെ ഒരു പ്രതിഫലനമാണ്. യഹൂദ പാരമ്പര്യത്തിൽ ശിമെയോനെ പലപ്പോഴും ആവേശവും കഠിന സ്വഭാവമുള്ളവനായി ചിത്രീകരിക്കുന്നു. ചില മിദ്രാഷിക് സ്രോതസ്സുകൾ സൂചിപ്പിക്കുന്നത് ജോസഫിനെ ബന്ധിച്ച് ഈജിപ്തിലെ അടിമത്തത്തിന് അയക്കുവാൻ നിർദ്ദേശിച്ചത് ശിമെയോനാണെന്നാണ്. ഉൽപ്പത്തി 37 20 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഇത് അദ്ദേഹത്തിൻ്റെ കോപിഷ്ഠ സ്വഭാവത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നു. സംഖ്യാപുസ്തകം 25:14 പോലെയുള്ള പിൽക്കാല വാക്യങ്ങൾ ശിമെയോൻ ഗോത്രത്തിൻ്റെ കൂടുതൽ പരാജയങ്ങൾ എടുത്തു കാണിക്കുന്നുണ്ട്. ശിമെയോൻ ഗോത്രത്തിൽപ്പെട്ട ഒരു കുടുംബ തലവനായ സാലിവിൻ്റെ മകൻ സിമ്രി മിദ്യാൻകാരി സ്ത്രീകളുമായുള്ള വിഗ്രഹാരാധനയിലേക്കും ലൈംഗിക അധാർമികതയിലേക്കും ജനങ്ങളെ നയിച്ചതിന് കൊല്ലപ്പെട്ടു. റബിമാരുടെ വ്യാഖ്യാനങ്ങൾ പലപ്പോഴും ശിമെയോൻ ഗോത്രത്തെ അനിയന്ത്രിതമായ അഭിനിവേശത്തിൻ്റെയും അനുതാപമില്ലായ്മയുടെയും മുന്നറിയിപ്പായി കാണുന്നു. എന്നിരുന്നാലും ക്രിസ്തീയ കാഴ്ചപ്പാട് പ്രത്യാശ പകരുന്നതാണ്. ശിമെയോന് വീഴ്ച ഉണ്ടായിരുന്നിട്ടും എസേക്കിയേലിൻ്റെ പ്രവചന ദർശനത്തിൽ ശിമെയോൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നു. എസേക്കിയേൽ 48:24. കൂടാതെ വെളിപാട് 7 വീണ്ടെടുക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ അവൻ്റെ ഗോത്രത്തിൽ നിന്നുള്ള 12,000 പേരെ മുദ്രയിട്ടിരിക്കുന്നതായി കണക്കാക്കപ്പെടുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ കരുണ ആഴത്തിൽ പിഴവ് പറ്റിയവരിലേക്കും വ്യാപിക്കുന്നു. ഇനി ലിയായിൽ നിന്നുള്ള യാക്കോബിൻ്റെ മൂന്നാമത്തെ മകനായ ലേവിയിലേക്ക് നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. ലിയ റാഹേലുമായുള്ള മത്സരത്തിനിടയിൽ ഭർത്താവിൻ്റെ സ്നേഹം കാക്ഷിച്ച ഒരു കാലഘട്ടത്തിലാണ് ലേവി ജനിച്ചത്. ലേവി എന്ന ഹീബ്രു പദത്തിൻ്റെ അർത്ഥം ചേർന്നത് എന്നാണ്. 3 ആൺമക്കളെ പ്രസവിച്ചതിനാൽ യാക്കോബ് തന്നോട് കൂടുതൽ ചേർന്ന് നിൽക്കുമെന്ന ലിയായുടെ പ്രതീക്ഷയെ ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഉൽപ്പത്തി 29:34 വാക്യം.
ലേവിയുടെ ആദ്യകാല ജീവിതം ബൈബിളിൽ വിശദമാക്കിയിട്ടില്ല. എന്നാൽ തൻ്റെ സഹോദരിയായ ദീനയെ പീഡിപ്പിച്ച ഷെക്കേമിനെതിരെ തൻ്റെ സഹോദരൻ ശെമിയോനുമായി ചേർന്ന് അക്രമാസക്ത പ്രതികാര നടപടിയിൽ ഏർപ്പെട്ടതിലൂടെയാണ് ലേവി തൻ്റെ യൗവനത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്നത്. ഉൽപ്പത്തി 34 അധ്യായം. ദീനായുടെ കഥയിലെ അക്രമാസക്ത പ്രതികരണത്തിന് ശേഷം പുറപ്പാട് പുസ്തകപ്രകാരം ലേവി ഗോത്രം നാടകീയമായ ഒരു പരിവർത്തനത്തിന് വിധേയമാകുന്നു. ഒരിക്കൽ തെറ്റിയ ദിശയിലേക്ക് നയിക്കപ്പെട്ട അവരുടെ തീക്ഷ്ണത ദിവ്യനീതിയുടെ ഒരു ഉപകരണമായും പൗരോഹിത്യ സേവനത്തിലുള്ള അടിത്തറയായും മാറുന്നു. പുറപ്പാട് 32 അധ്യായത്തിൽ സ്വർണ്ണക്കാളക്കുട്ടിയെ ആരാധിച്ച കുപ്രസിദ്ധ സംഭവത്തിനിടയിലാണ് ലേവിയരുടെ കഥയിലെ വഴിത്തിരിവ് നാം കാണുക. ഈജിപ്തിൽ ദൈവത്തിൻ്റെ മഹത്തായ പ്രവൃത്തികൾക്ക് സാക്ഷ്യം വഹിക്കുകയും 10 കൽപ്പനകൾ സ്വീകരിക്കുകയും ചെയ്ത ശേഷം ഇസ്രായേല്യർ ഗുരുതരമായ ഒരു പാപം ചെയ്യുന്നു. സീനായി പർവ്വതത്തിൽ ദൈവവുമായി മോശ ദീർഘനാൾ സംസാരിക്കുമ്പോൾ ഒരു ദൃശ്യദൈവത്തെ സൃഷ്ടിക്കുവാൻ അവർ അഹ്റോനെ പ്രേരിപ്പിക്കുന്നു. അഹ്റോൻ ഒരു സ്വർണ്ണ കാളക്കുട്ടിയെ ആർട്ടിമിസ് പോലുള്ള ഈജിപ്ഷ്യൻ ദേവതകളെ അനുസ്മരിപ്പിക്കുന്ന ഒരു പ്രതിമ വാർത്തെടുക്കുന്നു. ആളുകൾ അതിനെ ആഘോഷങ്ങളോടെ ആരാധിക്കുന്നു. പുറപ്പാട് 32 അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ഇത് തങ്ങളെ മോചിപ്പിച്ച ദൈവത്തെ നിഷേധിക്കുന്ന ഉടമ്പടിയുടെ വഞ്ചനയാണ്. പുറപ്പാട് 20 അധ്യായം 3 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന 1-ാം കൽപ്പനയെ ഇതുവഴി അവർ ലംഘിക്കുന്നു. അതിൻ്റെ ഗൗരവം വളരെ വലുതാണ്. മലയിൽ നിന്നും ഇറങ്ങി വന്ന മോശ ആ ഗൗരവ പാപം കണ്ടപ്പോൾ 10 കൽപ്പനകൾ രേഖപ്പെടുത്തിയ കൽഫലകകൾ തകർക്കുകയും നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പുറപ്പാട് 32 26 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം കാണുന്നു. മോശ പാളയത്തിൻ്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് പറഞ്ഞു, കർത്താവിൻ്റെ പക്ഷത്തുള്ളവർ എൻ്റെ അടുത്തേക്ക് വരട്ടെ. ലേവിയുടെ പുത്രന്മാരെല്ലാവരും അവൻ്റെ അടുക്കൽ ഒന്നിച്ചുകൂടി. അവൻ അവരോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുൾ ചെയ്യുന്നു, ഓരോ മനുഷ്യനും തൻ്റെ വാൾ പാർശ്വത്തിൽ ധരിക്കട്ടെ. പാളയത്തിൽ ഉടനീളം കവാടം തോറും ചെന്ന് ഓരോരുത്തരും തൻ്റെ സഹോദരനെയും സ്നേഹിതനെയും അയൽക്കാരനെയും നിഗ്രഹിക്കട്ടെ. ലേവിയുടെ പുത്രന്മാർ മോശയുടെ കൽപ്പനയനുസരിച്ച് പ്രവർത്തിച്ചു. അന്നേ ദിവസം 3000-ഓളം പേർ മരിച്ചു വീണു. ഇത് വിഗ്രഹാരാധനയുടെ കാഠിന്യത്തെയും ഉടമ്പടി വിശ്വസ്തതയുടെ പ്രാധാന്യത്തെയും പ്രതിഫലിപ്പിക്കുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം പഠിപ്പിക്കുന്നത് വിഗ്രഹാരാധന പുരാതന പ്രതിമകളിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നാണ്. പണം, ശക്തി, വിജയം എന്ന സൃഷ്ടവസ്തുക്കളുമായി ദൈവത്തിന് പകരം വയ്ക്കുന്നതും വിഗ്രഹാരാധനയാണ്. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 2113. സ്വർണ്ണ കാളക്കുട്ടി ഈ ആധുനിക വിഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. സാംസ്കാരിക സമ്മർദ്ദങ്ങൾ, നമ്മുടെ സ്വന്തം പ്രതിച്ഛായ, പ്രത്യയ ശാസ്ത്രങ്ങൾ, ഉപഭോക്തൃ സംസ്കാരം, ദുരഭിമാനം എന്നിവ സ്വർണ്ണ കാളക്കുട്ടികളെ നിർമ്മിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. കർത്താവ് ഇപ്പോഴും നമ്മോട് ചോദിക്കുന്നു, ആരാണ് എൻ്റെ പക്ഷത്തുള്ളത്? ലേവിയരുടെ വിശ്വസ്തത നിമിത്തം ദൈവം അവരെ വിശുദ്ധ സേവനത്തിനായി വേർതിരിച്ചു. മോശ പറഞ്ഞു, കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കായി ഇന്ന് നിങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുന്നു. ഓരോരുത്തരും തൻ്റെ പുത്രനും സഹോദരനും എതിരായി നിന്നതുകൊണ്ട് കർത്താവ് നിങ്ങൾക്കിന്ന് ഒരു അനുഗ്രഹം തരുകും. പുറപ്പാടിൻ്റെ പുസ്തകം 32 അധ്യായം 29 വാക്യം. അന്നു മുതൽ ലേവി വംശജർ സമാഗമന കൂടാരത്തിൽ സേവിക്കുന്നതിനും അഹ്റോന്റെ വംശപരമ്പരയിൽപ്പെട്ട പുരോഹിതന്മാരെ സഹായിക്കുന്നതിനും ഇസ്രായേലിൻ്റെ ആരാധനയുടെ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതിനും വേർതിരിക്കപ്പെട്ടു. സംഖ്യാപുസ്തകം 3 അധ്യായം 25 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി അധ്യായം 34 കാണും പോലെ ലേവ്യരുടെ മുൻകാല അക്രമാസക്ത പ്രവണതകൾ ഇപ്പോൾ ദൈവത്തിനായുള്ള വിശുദ്ധ തീക്ഷ്ണതയിലേക്ക് വഴിമാറുന്നു. ലേവി ഗോത്രം അതോടെ ആത്മീയ നേതൃത്വത്തിൻ്റെ ത്യാഗസമർപ്പണത്തിൻ്റെയും പ്രതീകമായി മാറി. ലേവ്യരെ മറ്റൊരു ഗോത്രമായി വേർതിരിച്ച് താമസിപ്പിക്കാതെയും ഭൂമിയെ അവകാശം ഒഴിവാക്കിയും ദൈവശുശ്രൂഷയ്ക്കായി വേർതിരിച്ചു. നിയമാവർത്തനം 18:1-2 വാക്യങ്ങൾ. കാരണം അവരുടെ അവകാശം കർത്താവായിരുന്നു. കർത്താവ് അഹ്റോനോട് അരുൾ ചെയ്തു, ഇസ്രായേലിൽ നിനക്ക് ഭൂമി അവകാശമായി ലഭിക്കുകയില്ല. അവരെ പോലെ നിനക്ക് ഒരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. ഞാനാണ് നിന്റെ അവകാശവും ഓഹരിയും. സംഖ്യാപുസ്തകം 18:20 വാക്യം. ലേവ്യ പൗരോഹിത്യം പുതിയ ഉടമ്പടിയിലെ
എല്ലാ വിശ്വാസികളുടെയും പൗരോഹിത്യത്തെ സൂചിപ്പിക്കുന്നു. ജ്ഞാനസ്നാനത്തിലൂടെ കത്തോലിക്കർ ആത്മീയ യാഗങ്ങൾ അർപ്പിക്കാനും വിശുദ്ധ ജനമായിരിക്കാനും വിളിക്കപ്പെട്ടിരിക്കുന്നു. വിശുദ്ധ പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം, കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് 1546. ലേവ്യരുടെ പോഷണം ഉറപ്പാക്കാൻ ദശാംശങ്ങളിലൂടെയും വഴിപാടുകളിലൂടെയും അവരെ പിന്തുണയ്ക്കാൻ മറ്റ് ഗോത്രങ്ങളോട് ദൈവം കൽപ്പിച്ചു. സംഖ്യാപുസ്തകം 18:21 കർത്താവ് കൽപ്പിച്ചു, സമാഗമ കൂടാരത്തിൽ ലേവ്യർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്ക് ഇസ്രായേലിൽ നിന്ന് ലഭിക്കുന്ന ദശാംശമായിരിക്കും പ്രതിഫലം. ഈ വ്യവസ്ഥകളിൽ ധാന്യം, വീഞ്ഞ്, എണ്ണ, യാഗവസ്തുക്കൾ എന്നിവ ഉൾപ്പെടുന്നു. അങ്ങനെ ലേവ്യർ പൂർണ്ണമായും ദൈവീക പരിപാലനയിലും ഇസ്രായേലിലെ മറ്റാളുകളുടെ വിശ്വസ്ത ഔദാര്യത്തിലും ആശ്രയിച്ചു. ഗോത്രപ്രദേശങ്ങളിലുടനീളം ചുറ്റും മേച്ചിൽപ്പുറങ്ങളുള്ള 48 നഗരങ്ങൾ നൽകിക്കൊണ്ട് ലേവ്യരെ ഇസ്രായേൽ ജനതയ്ക്കിടയിൽ വിവിധ സ്ഥലങ്ങളിലായി പാർപ്പിച്ചു. യോശുവ 21:1-42 വരെ വാക്യങ്ങൾ. ഇവയിൽ മനഃപൂർവ്വമല്ലാത്ത കൊലപാതകം നടത്തിയവർക്കുള്ള 6 അഭയകേന്ദ്രങ്ങളും ഉൾപ്പെടുന്നു. സംഖ്യയുടെ പുസ്തകം 35-ാം അധ്യായം 6-ാം വാക്യം. ഇപ്രകാരം ലേവി വംശജർ അവരുടെ ദിവ്യദൗത്യം നിറവേറ്റുന്നതിന് ഇസ്രായേലിൽ ചിതറിക്കിടന്നു. ലേവ്യരുടെ റോളുകൾ വിപുലവും അനിവാര്യവുമായിരുന്നു. യാഗങ്ങൾ അർപ്പിക്കുകയും വിശുദ്ധ സ്ഥലത്ത് ശുശ്രൂഷ നടത്തുകയും ചെയ്ത പുരോഹിതന്മാർ അഹറോന്റെ കുടുംബത്തിൽ നിന്നാണ് വന്നത്. മറ്റ് ലേവ്യർ ദേവാലയ സംഗീതജ്ഞർ, വാതിൽ കാവൽക്കാർ, വിശുദ്ധ പാത്രങ്ങളുടെ കാവൽക്കാർ, ന്യായപ്രമാണ ഉപദേഷ്ടാക്കൾ എന്നിങ്ങനെ സേവനമനുഷ്ഠിച്ചു. അവർ പുരോഹിതന്മാരെ ആരാധനാ ക്രമങ്ങളിൽ സഹായിക്കുകയും ആത്മീയവും ശാരീരികവുമായി ആരാധനാക്രമ ശുശ്രൂഷ നിലനിർത്തുകയും ചെയ്തു. ലേവിയുടെ മരണത്തെക്കുറിച്ച് ബൈബിളിൽ വിശദീകരിക്കുന്നില്ലെങ്കിലും അദ്ദേഹം 137 വർഷം ജീവിച്ചുവെന്നും ഈജിപ്തിലെ പുതിയ ഫറവോ അധികാരത്തിലെത്തും മുമ്പ് അദ്ദേഹവും സഹോദരന്മാരും അവരുടെ തലമുറകളും മരിച്ചതായും പുറപ്പാട് 1:6 രേഖപ്പെടുത്തുന്നു. ലേവിയുടെ ചില സഹോദരന്മാരിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളെക്കുറിച്ചോ ശവകുടീരത്തെക്കുറിച്ചോ വിശുദ്ധ ഗ്രന്ഥത്തിൽ പരാമർശിച്ചിട്ടില്ല. എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ആത്മീയ പൈതൃകം പിൽക്കാലത്ത് നിലനിൽക്കുന്നു. അക്രമ പ്രവർത്തനങ്ങൾ ലേവിയിൽ നിന്നും മുമ്പുണ്ടായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ പിൻഗാമികൾ വിശുദ്ധ സേവനത്തിനായി തിരഞ്ഞെടുക്കപ്പെടുകയും കർത്താവിനായി വേർതിരിക്കപ്പെട്ട പുരോഹിത ഗോത്രമാവുകയും ചെയ്തു. യഹൂദ പാരമ്പര്യം ലേവ്യരുടെ അചഞ്ചലമായ വിശ്വാസത്തെ ആദരിക്കുന്നു. ആ ഗോത്രത്തിൻ്റെ ചിഹ്നം മഹാപുരോഹിതൻ്റെ ശുശ്രൂഷ സമയത്തെ ബ്രസ്റ്റ് പ്ലേറ്റോ ധൂമക്കുറ്റിയോ ആണ്. അത് മധ്യസ്ഥതയെയും വിശുദ്ധിയെയും പ്രതീകപ്പെടുത്തുന്നു. മോശയുടെ അനുഗ്രഹം അവരുടെ സമർപ്പണത്തെ ഉയർത്തിക്കാട്ടുന്നു. നിയമാവർത്തനം 33:10-11 വാക്യങ്ങൾ ഇപ്രകാരമാണ്: അവർ യാക്കോബിനെ അവിടുത്തെ നീതിവിധികൾ പഠിപ്പിക്കും, ഇസ്രായേലിനെ അവരുടെ നിയമവും. അവർ അവിടുത്തെ സന്നിധിയിൽ ധൂപം അർപ്പിക്കും, അവിടുത്തെ ബലിപീഠത്തിന്മേൽ ദഹനബലികളും. കർത്താവെ, അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ, പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ. അവൻ്റെ ശത്രുവിൻ്റെയും അവനെ വെറുക്കുന്നവൻ്റെയും നടുവൊടിക്കണമേ, അവർ എഴുന്നേൽക്കാതിരിക്കട്ടെ. ഷെക്കേമിലെ ശെമയോനെയും ലേവിയെയും അക്രമാസക്ത പ്രവൃത്തി അവരുടെ സഹോദരി ദീനയുടെ മനം കവർന്നതിന് പ്രതികാരമായി കുടുംബ വിശ്വസ്തതയിൽ നിന്നാണ് ഉണ്ടായത് എങ്കിലും വഞ്ചനയിലൂടെയും അമിതമായ ക്രൂരതയിലൂടെയും നടപ്പാക്കിയതിനാൽ ദൈവീക ന്യായവിധി പ്രകാരം അവരുടെ പിൻതലമുറ ഇസ്രായേലിൽ ഉടനീളം ചിതറിപ്പോയി. എന്നാൽ അവരുടെ ഭാവി വ്യത്യസ്ത ദിശകളിലായി. ആവർത്തിച്ചുള്ള ധാർമ്മിക പരാജയങ്ങളാൽ ശെമയോൻ ചരിത്രപരമായ അവ്യക്തതയിലേക്ക് മങ്ങി. അതിന് വിപരീതമായി ലേവി അനുസരണത്തിലൂടെയും സേവനത്തിലൂടെയും കൃപ കണ്ടെത്തി. ഒരിക്കൽ രക്തത്തിൽ കുതിർന്ന അവരുടെ കൈകൾ പിന്നീട് യാഗവസ്തുക്കളും ധൂപവും ദൈവം മുമ്പാകെ വഹിച്ചു. ലേവ്യ പൗരോഹിത്യം ക്രിസ്തുവിൻ്റെ ഒരു മുൻനിഴലായിരുന്നു. ഹെബ്രായർ 7-10 വരെ അധ്യായങ്ങളിൽ അഹ്റോന്റെ പിൻഗാമികളും യേശുവും തമ്മിലുള്ള സമാനതകൾ അവതരിപ്പിക്കുന്നുണ്ട്. ലേവ്യ തുടർച്ചയായി യാഗങ്ങൾ അർപ്പിക്കുമ്പോൾ ക്രിസ്തു തന്നെ ഒരിക്കൽ അർപ്പിച്ചു. എന്നാൽ ഈ ബലികൾ മൂലം അവർ ആണ്ടുതോറും തങ്ങളുടെ പാപങ്ങൾ ഓർക്കുന്നു. കാരണം കാളകളുടെയും കോലാടുകളുടെയും രക്തത്തിന് പാപങ്ങൾ നീക്കിക്കളയാൻ സാധിക്കുകയില്ല. ഹെബ്രായർ 10:3-4 വാക്യങ്ങൾ. എന്നാൽ വിശുദ്ധീകരിക്കപ്പെട്ടവരെ അവൻ
ഏക ബലി സമർപ്പണം വഴി എന്നേക്കുമായി പരിപൂർണരാക്കിയിരിക്കുന്നു. ഹെബ്രായർ 10:14. യേശു ലേവിയിൽ നിന്നല്ല, യൂദയ വംശത്തിൽ നിന്നാണെങ്കിലും മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം എന്നേക്കും പുരോഹിതനാകുന്നു എന്ന് ഹെബ്രായർ 7:17 രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ പൗരോഹിത്യം ശാശ്വതവും ശ്രേഷ്ഠവും സാർവത്രികവുമാണ്. ക്രിസ്തു സ്ഥാപിച്ച ശുശ്രൂഷ പൗരോഹിത്യം പരിശുദ്ധ കുർബാനയിൽ അവൻ്റെ യാഗബലിയിൽ തുടരുന്നുവെന്ന് കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നു. മാത്രമല്ല, ജ്ഞാനസ്നാനത്തിലൂടെ വിശ്വാസികൾ ക്രിസ്തുവിൽ ഒരു പൊതു പൗരോഹിത്യം പങ്കുവയ്ക്കുന്നു. പത്രോസിൻ്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട വംശവും രാജകീയ പുരോഹിത ഗണവും വിശുദ്ധ ജനതയും ദൈവത്തിൻ്റെ സ്വന്തം ജനവുമാണ്. വിശുദ്ധി, മധ്യസ്ഥത, ആരാധന എന്നിവയ്ക്കായി വേർതിരിക്കപ്പെട്ട ഈ ആത്മീയ വിളി ലേവ്യരിലൂടെ പ്രതിധ്വനിച്ചു. കത്തോലിക്കാ സഭയുടെ പ്രബോധനം ലേവ്യരെ ശുശ്രൂഷ സമർപ്പണത്തിൻ്റെ ഒരു മാതൃകയായി കാണുന്നു. ലേവ്യരെ പോലെ ഇന്നത്തെ പുരോഹിതന്മാരും ലൗകിക അവകാശം ഉപേക്ഷിക്കുകയും ദൈവത്തിൻ്റെ കരുതലിൽ ആശ്രയിക്കുകയും ജനങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു. മതബോധന ഗ്രന്ഥം അത് സ്ഥിരീകരിക്കുന്നു. പഴയ ഉടമ്പടിയുടെ പൗരോഹിത്യം പുതിയ ഉടമ്പടിയുടെ അഭിഷക്ത ശുശ്രൂഷയെ മുൻനിഴലാക്കുന്നു. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് 1539 മുതൽ 1545 വരെ. ലേവിയ ഗോത്രവും അഹറോനും വഴി സ്ഥാപിതമായ ലേവിയ പൗരോഹിത്യം പഴയ ഉടമ്പടി പ്രകാരം ഇസ്രായേലിൻ്റെ ത്യാഗപരമായ ആരാധനയിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. എങ്കിലും AD 70 റോമാക്കാർ ജെറുസലേമിലെ 2-ാം ദേവാലയം നശിപ്പിച്ചതോടെ അത് ചരിത്രപരമായി അവസാനിച്ചു. അത് യാഗങ്ങളും പൗരോഹിത്യ ശുശ്രൂഷയും പെട്ടെന്ന് അവസാനിക്കാൻ കാരണമായി. ജെറുസലേം ദേവാലയം ഇല്ലാതെ ലേവ്യ പുരോഹിതന്മാർക്ക് അവരുടെ കടമകൾ നിർവഹിക്കാൻ കഴിയില്ല. കത്തോലിക്കാ വീക്ഷണത്തിൽ ഈ പൗരോഹിത്യം നിർത്തലാക്കുക മാത്രമല്ല, ഹെബ്രായർ 7:17 പറയും പ്രകാരം മെൽക്കീസേദെക്കിന്റെ ക്രമപ്രകാരം നിത്യപുരോഹിതനായ യേശു ക്രിസ്തു അത് പൂർത്തിയാക്കുകയും അതിനെ അതിജീവിക്കുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ പൂർണ്ണവും ഒരിക്കൽ മാത്രം അർപ്പിക്കപ്പെട്ടതുമായ യാഗം പഴയ ഉടമ്പടിയുടെ ആവർത്തിച്ചുള്ള മൃഗബലികളെ മാറ്റി സ്ഥാപിച്ചു. അവിടുന്ന് പുതിയ ഉടമ്പടിയും സഭയുടെ കൂദാശ പൗരോഹിത്യവും ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ക്രിസ്തുവിൻ്റെ മഹത്തായ പൗരോഹിത്യത്തിൻ്റെ ഒരു മുന്നോടിയായി ലേവ്യ പൗരോഹിത്യം അതിൻ്റെ ഉദ്ദേശം നിറവേറ്റിക്കൊണ്ട് ചരിത്രപരമായും ദൈവശാസ്ത്രപരമായും അവസാനിച്ചു. ശിമെയോനും ലേവിയും ഒരേ കുടുംബത്തിൽ നിന്ന് ജനിച്ചവരും ഒരേ അക്രമത്തിലൂടെ രൂപപ്പെട്ടവരുമാണെങ്കിലും അവർ 2 വ്യത്യസ്ത ആത്മീയ ഫലങ്ങളാണ് വിളയിച്ചത്. ശിമെയോൻ്റേത് ശാപത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും, ലേവിയുടേത് ശുദ്ധീകരണത്തിൻ്റെയും ഉന്നതിയുടെയും. നാം അനുദപിക്കുകയും അനുസരിക്കുകയും ചെയ്താൽ ദൈവത്തിന് നമ്മുടെ പാപങ്ങൾ പോലും ഉപയോഗിച്ച് നമ്മുടെ ജീവിതത്തെ വഴിതിരിച്ചു വിടുവാൻ കഴിയുമെന്ന് അവരുടെ കഥകൾ നമ്മെ പഠിപ്പിക്കുന്നു. ലേവ്യർ ആരംഭിച്ചത് സത്യവും നിത്യവുമായ മഹാപുരോഹിതനായ യേശു ക്രിസ്തു നിറവേറ്റുന്നു. ഇനി നമുക്ക് ശിമെയോൻ്റെയും ലേവിയുടെയും ജീവിതത്തിൽ നിന്നുള്ള ആത്മീയ സന്ദേശങ്ങൾ നോക്കാം. 1. അനിയന്ത്രിത കോപം നാശത്തിലേക്ക് നയിക്കുന്നു. ശിമെയോനെ പോലെ നമ്മുടെ കോപം നീതിയിൽ ആരംഭിക്കാമെങ്കിലും പ്രതികാരത്തിലേക്കും ആക്രമണത്തിലേക്കും നീങ്ങാൻ ഇടകൊടുക്കരുത്. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫേസ്യർ 4:26-27 വാക്യങ്ങൾ. 2. യഥാർത്ഥ നീതി നടപ്പിലാക്കുന്നത് ദൈവത്തിൻ്റെ മാർഗനിർദ്ദേശപ്രകാരമാകണം. സീനായിലെ ലേവിയുടെ ആക്രമണം ഷെക്കേമിൽ നിന്ന് വ്യത്യസ്തമായി ദൈവത്താൽ അംഗീകരിക്കപ്പെട്ടതായിരുന്നു. പൗലോസ്ലീഹ പഠിപ്പിക്കുന്നത് പോലെ പ്രതികാരം നിങ്ങൾ തന്നെ ചെയ്യാതെ അത് ദൈവത്തിൻ്റെ ക്രോധത്തിന് വിട്ടേക്കുക. എന്തെന്നാൽ ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, പ്രതികാരം എൻ്റേതാണ്, ഞാൻ പകരം വീട്ടും എന്ന് കർത്താവ് അരുൾ ചെയ്യുന്നു. റോമക്കാർക്കുള്ള ലേഖനം 12-ാം അധ്യായം 19-ാം വാക്യം. 3. നമ്മുടെ ദൗർബല്യത്തെ ദൈവത്തിന് തൻ്റെ ഉദ്ദേശത്തിനായി വീണ്ടെടുക്കാൻ കഴിയും. ദൈവത്തിന് സമർപ്പിക്കപ്പെട്ടപ്പോൾ ലേവിയുടെ ഉജ്ജ്വല സ്വഭാവം നന്മയ്ക്കായി ഭവിച്ചു. അവർ വിശുദ്ധ ശുശ്രൂഷയുടെ അടിത്തറയായി. 4. ഭൗമിക സ്വത്തിനേക്കാൾ നമ്മുടെ നിത്യാവകാശമാണ് പ്രധാനപ്പെട്ടത്. ശിമെയോന് നൽകപ്പെട്ട പ്രദേശം മറ്റ് ഗോത്രങ്ങളിൽ അലിഞ്ഞു ചേർന്നു. ലേവിയുടെ പ്രതിഫലം ആകട്ടെ കർത്താവായിരുന്നു.
സങ്കീർത്തകൻ പറയുന്നു, കർത്താവാണ് എൻ്റെ ഓഹരി. സങ്കീർത്തനം 119:57 നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നിലവിളി കേൾക്കുകയും ഹൃദയങ്ങളെ കാണുകയും ചെയ്യുന്ന കർത്താവായ ദൈവമേ, ഞങ്ങളുടെ വികാരങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ജ്ഞാനവും ഞങ്ങളുടെ തീഷ്ണതയെ അങ്ങേക്ക് സമർപ്പിക്കുവാനുള്ള കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ പരാജയങ്ങളെ ആരാധനയായും കോപത്തെ കരുണയായും അവകാശത്തെ അങ്ങിലേക്ക് മാത്രമായി മാറ്റുക. ലേവിയോ പോലെ പാപത്തിൽ നിന്ന് വിശുദ്ധ സേവനത്തിലേക്ക് ഞങ്ങൾക്ക് ഉയർന്നെഴുന്നേൽക്കാനും ശിമയോനെ പോലെ നിൻ്റെ അനന്തമായ കാരുണ്യത്തിൽ ഞങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാനും ഇടയാകട്ടെ. ഞങ്ങളുടെ മഹാപുരോഹിതനായ ക്രിസ്തുവേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.